പടം കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് എന്നുള്ള ബേസിൽ ഈ ഒരു പാർട്ട് പോകുള്ളൂ. കാരണം ഒരു തേർഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം എന്താണ് ട്രെയിലറിൽ കണ്ട കുറേ സംഭവങ്ങളുണ്ട്, ഈ താത്താടെ സംഭവം മർമ്മമൊക്കെ. അത് ഓവറായിട്ടൊന്നും പടത്തിൽ വന്നിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ടോ ഒരു ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇമോഷണലി ചെറുതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടിന്റെ കഥ കേട്ടിട്ടാണ് പുള്ളി സെക്കൻഡ് പാർട്ട് ചെയ്തതെന്നുള്ള കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ് വെയിറ്റഡ് പാർട്ടായിരിക്കും. ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ 3 എന്ന് പറയുന്നത് ഒരു പാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയത്. അതൊരു പടത്തിന്റെ ഒരു ഇന്റർവെൽ സീക്വൻസ് കൊണ്ട് നിർത്തുന്ന മാതിരിയാണ് പടത്തിന്റെ ഒരു എൻഡിങ് വരുന്നത്. ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ്. അത് ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയുന്ന ആ ഒരു എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ പറയുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓവറോൾ ഒരു പടം എനിക്കൊരു ആവറേജ് ആയിട്ടൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അധികം സീൻസ് ഇതിനകത്ത് അധികം വന്നിട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പുള്ളി ഓവറോൾ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലല്ലേ പുള്ളി ഒരു സ്ക്രീനിൽ വരുന്നത്. ഒരു ക്ലൈമാക്സ് പാർട്ടിനോട് അടുക്കുമ്പോഴാണ് പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു പ്രസൻസ് സ്ക്രീനിൽ വരുന്നത്. അതുവരെ സിദ്ധാർത്ഥിന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ സിദ്ധാർത്ഥിന്റെ ഒക്കെ പെർഫോമൻസ് തന്നെയാണ് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പടം കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു.